നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം AI എന്ന് പറയുന്ന സംഭവം നമ്മുടെ ലോകത്തിനെ മൊത്തം കീഴടക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഫിലിം മേക്കേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫിലിം മേക്കിങ്ങിനോട് ഒരുപാട് താല്പര്യമുള്ളവർ, അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് AI ടൂൾസ്, അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഇനി വേറെയും കുറച്ച് വീഡിയോസ് വരും. ഇപ്പം എന്നിരുന്നാലും ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോയിലോട്ട് നമുക്ക് പോകാം. ഫിലിം മേക്കേഴ്സിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് AI ടൂൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫോർമോസ്റ്റ് എനിക്ക് പറയാനുള്ളൊരു AI ടൂൾ എന്ന് പറയുന്നത് ChatGPT. നമുക്ക് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. നിത്യമായിട്ട് ഇതിപ്പം ഒരു കോമൺലി ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട് ChatGPT. പക്ഷേ ChatGPT എടുത്ത് പറയാനൊരു കാര്യം എന്ന് വെച്ചാൽ ChatGPT നമ്മളെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിന് ടോട്ടൽ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുൾ ആവും. പക്ഷേ അതൊന്നും നല്ലൊരു ഐഡിയാസ് ഒന്നും അവർക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കാറില്ല. പക്ഷേ ചില സമയങ്ങളിലൊക്കെ നമുക്കിപ്പം ഒരു ഐഡിയ നമ്മൾ ബ്ലോക്കായി, നമുക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് എന്താണോ രീതിയിൽ നമുക്ക് എവിടെയാണ് ബ്ലോക്ക് ഉണ്ടാവുന്നത്, അതിന് മുമ്പോട്ട് എങ്ങനെ പോകാൻ പറ്റുമെന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ആ ഒരു സ്ക്രിപ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റെന്നല്ല, എൻ്റെ ID ടൈപ്പ് കൊടുക്കുക. ഇതിന് ശേഷം ക്യാരക്ടർ എന്ത് ചെയ്യുമ്പോൾ ഇതിന് കൊടുത്തു കഴിയുമ്പോൾ ഇതിന് അതിനൊരു മറുപടിയായിട്ട് നമുക്ക് കുറേയധികം ഓപ്ഷനുകൾ തരും. നമുക്കതിന് ജസ്റ്റ് ഒന്ന് അതൊന്ന് ചെയ്ത് നോക്കാം. ജസ്റ്റ് നമുക്കൊന്ന് അതിൻ്റെ ഡെമോ ഒന്ന് ചെക്ക് ചെയ്യാം. എക്സാമ്പിളിനായിട്ട് ChatGPT ചോദിക്കാൻ പോവാണ്. ഒരു പോലീസ് ഓഫീസർ, നമ്മുടെ സ്ക്രിപ്റ്റിൻ്റെ രീതി പറയുകയാണെങ്കിൽ, ഒരു പോലീസ് ഓഫീസറിനെ ഒരു ക്രിമിനൽ വെടിവെച്ച് കഴിയുമ്പോൾ ആ പോലീസ് ഓഫീസർ എങ്ങനെ രക്ഷപ്പെട്ടു, അതെങ്ങനെ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഏത് രീതിയിൽ രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതിൻ്റെ നമ്മൾക്കിപ്പം നമ്മൾ ഡൗട്ട്ഫുൾ ആണ് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഇത് ചെറിയൊരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ജസ്റ്റ് ChatGPT ചോദിക്കാം, എങ്ങനെ നമുക്ക് ആ ഒരു ഹീറോ രക്ഷപ്പെടാൻ പറ്റും എന്ന്. ഇപ്പം ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അവർ ChatGPT നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് ഇപ്പം തരുന്നുണ്ട്. അപ്പോൾ അതായത് ലൗഡ് നോയ്സ് ചെയ്തിട്ട് ഡിസ്ട്രാക്ട് ആയ സമയത്ത് കൗണ്ടർ അറ്റാക്ക് ചെയ്തതായിരിക്കാം, ആ പോലീസുകാരൻ എന്തെങ്കിലും സാധനം എടുത്ത് വലിച്ചെറിഞ്ഞതായിരിക്കും. അങ്ങനെ കുറേ അധികം ഓപ്ഷനുകൾ അവർ തരും. ഇപ്പം എല്ലാം നമുക്ക് എന്താ പറയുക, ഇത് പലതും ടിപ്പിക്കലായിട്ടുള്ള ഓപ്ഷനുകളായിരിക്കും. പക്ഷേ ചില സമയത്ത് ഈ ടിപ്പിക്കലായിട്ട് ഓപ്ഷനിൽ നമുക്ക് വേറെ കുറേ ഐഡിയാസ് കിട്ടാനുള്ള ഒരുപാട് ചാൻസ് ഉണ്ട്. അതിന് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു എന്താ പറയുക, നിങ്ങൾക്ക് എന്ത് സ്ക്രിപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, യൂട്യൂബ് സ്ക്രിപ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ChatGPT നമുക്ക് ഈസി ആയിട്ട് നമുക്ക് തരും. വേറൊരു AI വെബ്സൈറ്റാണ് റൺവേ ML എന്ന് പറഞ്ഞ വെബ്സൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ഈ വെബ്സൈറ്റിൻ്റെ കൂടെ എന്താ വെച്ചാൽ, നമ്മൾ ഇതിനകത്ത് ടെക്സ്റ്റ് കൊടുക്കുക, പ്രോംപ്റ്റായിട്ട് ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടുള്ള വീഡിയോസോ അല്ലെങ്കിൽ ഇമേജസോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് സ്പെഷ്യൽ എഫക്ട്സ് ആഡ് ചെയ്യാം. നമുക്ക് എന്തായാലും അതിൻ്റെ സൈറ്റ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ചെക്ക് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ഇമേജ് സ്റ്റുഡിയോ ഉണ്ട്, അതുപോലെ തന്നെ വീഡിയോ സ്റ്റുഡിയോ ഉണ്ട്. വീഡിയോ സ്റ്റുഡിയോയ്ക്കകത്ത് നമ്മൾ ജസ്റ്റ് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ജനറേറ്റായിട്ട് വരും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ആ രീതിയിൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ കൊടുത്തിട്ട് കിട്ടുന്നില്ലായിരുന്നു. എന്താ പറയുക, അതിന് ഓക്കെ, അത് ജസ്റ്റ് കാരണം കൊടുത്തത് വരുന്നുണ്ട്. നേരെ നോക്കിയിട്ട് വരുന്നില്ലായിരുന്നു. വിസ്ക് മോഡിട്ട് പിന്നെ അത് 3 to 5 മിനിറ്റ്സ് ആവുമെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലും ഇങ്ങനെ നമുക്ക് കുറേയധികം ഓപ്ഷനുകളുണ്ട്. ഈ ഗ്രാഫിക്സ് ആഡ് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ വീഡിയോക്കകത്ത് ആഡ് ചെയ്യാം. ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമേജിൽ നിന്ന് അവർ വേറെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് തരും. പിന്നെ അത് കൊടുത്ത് കാണിച്ചിരിക്കുന്ന പോലെ കണ്ടോ, ഇതൊരു പ്രോംപ്റ്റാണ്. എ ഹെഡ് വാമി സീൻ അൺഫോൾഡ്സ് എ യങ് ഗേൾ വിത്ത് ലോങ് ഫ്ലവിങ് ഫ്ലോയിങ് ഹെയർ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള വീഡിയോ ക്രിയേറ്റ് ആയിട്ട് വരും. ആ ഒരു കാര്യം നോക്കിയത് ഹെൽപ്ഫുള്ളാണ്. പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ 11 ലാബ്സ് എന്ന് പറഞ്ഞൊരു AI സൈറ്റാണ്. അപ്പോൾ ഈ 11 ലാബ്സിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 11 ലാബ്സിൻ്റെ അകത്തിൽ നമുക്ക് എന്താ വോയിസ് റെക്കോർഡിംഗ് വേണം, അല്ലെങ്കിൽ വോയിസ് ഓവറുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അതിൽ സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് വോയിസ് ഓവറായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടും. അത് പല ഭാഷകളിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടും. ഇന്ത്യൻ ആക്സെൻറ്റ് വേണമെങ്കിൽ അത് കിട്ടും. ജസ്റ്റ് ആ സൈറ്റ് വന്ന് ചെക്ക് ചെയ്യാം. അതിൻ്റെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വോയിസ് ചേഞ്ച് ചെയ്യാൻ പറ്റും, സ്പീച്ച് ടു ടെക്സ്റ്റ് ഉണ്ട്, ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് സ്പീച്ച് കിട്ടും, SFX സൗണ്ടുകൾ, നമുക്ക് എന്തെങ്കിലും SFX നടക്കുന്ന സൗണ്ടോ അല്ലെങ്കിൽ വണ്ടി പോകുന്ന സൗണ്ടോ ഇങ്ങനെ ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും. വോയിസ് ക്ലോണിംഗ് ഉണ്ട്. അതിന് ഒരുപാട് ഓപ്ഷൻസ് ഈ ഇതിൻ്റെ അകത്തുണ്ട്. എനിക്ക് പറയേണ്ട വേറൊരു ഒരു ഞാൻ ഇടയ്ക്ക് ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളൊരു സൈറ്റുണ്ട്. ഹെയിൽ .UA എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റാണ്.
AI എന്നാണ് ഈ സൈറ്റിൻ്റെ പേര്. ഇതുവഴി ഞാൻ കുറേ ഫ്രം ഇമേജ് ടു വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ട് അതൊക്കെ ആ സമയത്ത് കണ്ടപ്പോൾ. ആഹ്, ഇപ്പൊ ഇത് ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആയി. നമുക്കൊരു സാധനം ചെയ്ത് കയറി പോകാം. റിയലിസ്റ്റിക് പിക്ചർ ഓഫ് റെഡ് ബുൾ പുട്ടിങ് ഇൻസൈഡ് മാഗി എന്നാണ് ഞാൻ കൊടുത്തിരുന്നത്. പക്ഷെ അത് അങ്ങനെ ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ വേറെ എന്തോ ഉദ്ദേശിച്ചാണ് കൊടുത്തത്. പക്ഷേ വന്നത് ഇങ്ങനെയാണ്. ഇത് കുറേ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള സാധനങ്ങൾ വരും. പക്ഷേ ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ട്രയൽ പീരീഡ് കുറച്ചധികം കിട്ടും. നമുക്ക് കുറേ അധികം അതായത് നമുക്ക് നമ്മുടെ ഇപ്പം 4-5 ഈ ജിമെയിൽ ഐ ഡി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ജിമെയിൽ ഐ ഡി വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. നമുക്ക് കുറേ അധികം സാധനങ്ങൾ ഫണ്ണായിട്ടുള്ള കുറേ സാധനങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ക്രിയേറ്റ് ആയിട്ട് വരും. അപ്പോൾ എന്തായാലും ഗൈസ് ഇതിൻ്റെയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ സൈറ്റുകളുടെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഏതൊക്കെ ടൂളുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ട് അല്ലെങ്കിൽ ഓരോ സൈറ്റ് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ട്യൂട്ടോറിയൽ വെച്ച് ചെയ്യുന്നതാണ്. ഗൈസ് അപ്പോൾ എന്തായാലും കൂടുതൽ AI റിലേറ്റഡ് വീഡിയോസിനായിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേറെ കാര്യം AI എത്രത്തോളം നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്നു അത്രത്തോളം നമ്മുടെ ഫ്യൂച്ചറിലോട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാര്യം ഇത് ഭയങ്കരമായിട്ട് മാറാൻ പോവുകയാണ്. എല്ലാം ചേഞ്ച് ആവാൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന് AIയിലോട്ട് നമ്മൾ ചെന്നേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ബാക്കിലോട്ട് പോകും. ഞാനിപ്പം പല ക്രിയേറ്റീവ് ജോബിൻ്റെ അകത്തിലും AIയുടെ പല രീതിയിലുള്ള റിക്വയർമെൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പല സൈറ്റുകളും എനിക്കറിയത്തില്ല. പക്ഷേ ഞാനതിനെക്കുറിച്ച് നോക്കുമ്പോൾ ഒരുപാടുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് അൺലിമിറ്റഡ് അല്ല. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു 5-6 സൈറ്റിൻ്റെ പേര് മാത്രമേ പറഞ്ഞു. ഇത് മാത്രമല്ല ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. ചില ഫ്രീ ആയിട്ട് കിട്ടും. അത് മിക്കവാറും ഉണ്ട്. എന്നാലും കൂടുതൽ AI റിലേറ്റഡ് വീഡിയോസ് ആയിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. ലെറ്റ്സ് ഗോ.